ഹലോ മക്കളെ, വെൽക്കം ടു ടെക് ട്യൂട്ടർ അക്കാദമി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു? വെതർ എലമെന്റ്സ് ആണ് അല്ലെ. വെതർ എലമെന്റ്സിൽ ഫസ്റ്റ് രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നുടാ? ടെമ്പറേച്ചർ ആൻഡ് പ്രസിപ്പിറ്റേഷൻ. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കുറിച്ചിട്ടാണ്. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന്. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? ദ വെയിറ്റ് ഓഫ് ദ എയർ അല്ലേ? അല്ലേ മക്കളെ, എയറിന്റെ വെയിറ്റിനെയല്ലേ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയാ. ഇനി നമുക്ക് എങ്ങനെയാ ഇത് കാൽക്കുലേറ്റ് ചെയ്യാന്നൊക്കെ നോക്കാം, മെഷർ ചെയ്യാന്ന് നോക്കാം. അതല്ലേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, our bodies are quite aware of temperature and rainfall, but you may also have experienced that the weather sometimes feel heavy. അതായത് നമ്മുടെ ബോഡിക്ക് മനസ്സിലാവും മഴയാണ് ട്ടോ, വെയിലാണ് ട്ടോ, അങ്ങനെ മനസ്സിലാവൂലേ? our body is quite aware temperature. ചൂടാണോ എന്ന് നമ്മുടെ ബോഡിക്ക് മനസ്സിലാവും. ചൂടാണ്, ഭയങ്കര ചൂടായിരിക്കും അല്ലെ, ടാനൊക്കെ അടിക്കും. പിന്നെ എന്താണ്? റെയിൻഫാൾ ആണെങ്കിൽ നമ്മൾ കാണുകയല്ലേ, നമ്മളെ ഡ്രസ് ഒന്നും ഉണങ്ങൂല, അപ്പൊ നമുക്ക് മനസ്സിലാവും. അപ്പൊ ടെമ്പറേച്ചർ ആണെങ്കിലും റെയിൻഫാൾ ആണെങ്കിലും നമുക്ക് അത് എന്ത് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും? നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റും. ബട്ട് യു മേ ഓൾസോ ഹാവ് എക്സ്പീരിയൻസ്ഡ് ദാറ്റ് ദ വെദർ സംടൈംസ് ഫീൽസ് ഹെവി. പക്ഷെ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ എയർ എന്ന് പറയുന്നത് ഭയങ്കര ഫീൽ ഹെവി ആയിട്ട്, ഭയങ്കര വെയിറ്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നും. ആസ് ബിഫോർ ദ തണ്ടർ സ്റ്റോം. എന്തിനു മുന്നേ? ഒരു ഇടിമിന്നൽ നമുക്ക് മുന്നേ എന്താണ് നമ്മുടെ ഒരു ഇടിമിന്നലിനൊക്കെ മുന്നേ നമ്മുടെ എയറിന് എന്താണ് ഭയങ്കര ഹെവി ആയിട്ട്, ഭയങ്കര വെയിറ്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നും. ദിസ് ഈസ് റിലേറ്റഡ് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇത് എന്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് പറയുന്നത്? അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ ഭാഗമായിട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, which is the pressure exerted by the weight of the air above and around us. അതായത് നമ്മുടെ ഈ തണ്ടർ സ്റ്റോം വരുമ്പോ ഇവരെന്താ ചെയ്യുന്നത് മക്കളെ? which is the pressure exerted by the weight of the air above around us. അത് എന്ത് ചെയ്യും? തള്ളി നീക്കും. എന്ത് ചെയ്യും? ആ ഒരു പ്രഷർ വരുമ്പോ അതെന്ത് ചെയ്യും മക്കളെ? എക്സേർട്ടഡ് ആവും, തള്ളി നീക്കും. എന്തിനെ? ആ ഒരു വെയിറ്റിനെ, എയറിന്റെ വെയിറ്റിനെ. ഓക്കെ, the atmospheric pressure is higher near the sea coast. അപ്പൊ atmospheric pressure നമുക്കിവിടെ AP എന്ന് കൊടുക്കാം. AP ഹയർ ആയിരിക്കും എവിടെ? സീ കോസ്റ്റില്. തീരപ്രദേശങ്ങളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? ഹയർ ആയിരിക്കും. The atmospheric pressure is higher near the sea coast and lower as the higher up in the mountains. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും എവിടെ? ഹയർ മുകളിലൊക്കെ ഇത് എന്തായിരിക്കും? കുറവായിരിക്കും, മൗണ്ടെയിൻസിലൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് മക്കളെ? ഫസ്റ്റത്തെ പോയിന്റ് ഇതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കുക, the atmospheric pressure is higher. The atmospheric pressure is higher in where? Yes, at the sea coast region, and the atmospheric pressure is lower in the mountain areas. മുകളിലൊക്കെ കുറവായിരിക്കും. Okay, when you climb a mountain, the air gets thinner than in the plain below. As a result, the air pressure is lower and there is a low oxygen available for your lungs to take in. അതായത് മക്കളെ, ഇപ്പൊ നമ്മൾ ഒരു കുന്നൊക്കെ കയറുകയെന്ന് വിചാരിക്കുക. എന്ത് കയറുക? കുന്നൊക്കെ കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കിതയ്ക്കൂലേ, വല്ലാണ്ട് കിതയ്ക്കും. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ്? അവിടെ പ്രഷർ കുറവാ. അവിടെ വായുവിന്റെ ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്? അവിടെ കുറവാ. അവിടെ കുറവായപ്പോ എന്താണ്? നമ്മുടെ ബോഡിക്ക് അത് വേണം. അപ്പൊ നമ്മൾ എന്താണ്? ഓവറായിട്ട് എന്ത് ചെയ്യും മക്കളെ? വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് എന്താണ്? ക്ഷീണമൊക്കെ ഉണ്ടാവുന്നത്. അതാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഇതൊന്ന് ഓർമ്മയിൽ വെച്ചോ. ഇതിന് ബാക്കി മിസ് പറഞ്ഞുതരാം. ഓക്കെ, when you climb a mountain, the air gets thinner. നമ്മൾ എന്താണ്? മുകളിലേക്ക് when you climb a mountain, ഒരു മൗണ്ടെയിൻ കയറുകയെന്ന് വിചാരിക്കുക. the air gets thinner. എയറിന്റെ അവൈലബിലിറ്റി എന്താണ്? കുറഞ്ഞു വരും. എയർ ഗെറ്റ് എന്താവും മക്കളെ? thinner than in the plain below. ഓക്കെ, താഴത്തേക്കാളും മുകളിൽ എന്താണ്? എയർ കിട്ടാനുള്ള അവസരം എന്ന് പറഞ്ഞാൽ എന്താവും? കുറഞ്ഞു വരും. ആസ് എ റിസൾട്ട് ദ എയർ പ്രഷർ ഈസ് ലോവർ. അതുകൊണ്ട് തന്നെ എയർ പ്രഷർ എന്താവും മക്കളെ? ലോവർ. അവിടെ എയർ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ലോവർ ആണ്. അതുപോലെ തന്നെ അവിടെ ഓക്സിജൻ അവൈലബിലിറ്റി എന്താണ്? കുറവാണ്. ലെസ് ഓക്സിജൻ അവൈലബിൾ ഫോർ യുവർ ലങ്സ് ടു ടേക്ക് ഇൻ. വിത്ത് ലെസ് ഓക്സിജൻ, അവിടെ ലെസ് ഓക്സിജൻ. എവിടെ ലെസ് ഓക്സിജൻ? മൗണ്ടെയിൻസിൽ, മുകളിൽ. വിത്ത് ലെസ് ഓക്സിജൻ ഗെറ്റിംഗ് ഇൻ ടു യുവർ ബ്ലഡ്, യുവർ ബോഡി ഹാസ് ടു വർക്ക് harder to keep you move. അതായത് നമ്മുടെ ബ്ലഡിൽ എന്താണ്? ഓക്സിജൻ കുറവാണ്. ഓക്സിജൻ കുറയാനുള്ള കാരണം എന്താ? നമ്മൾ മേലോട്ട് പോകുമ്പോൾ അവിടെ എന്താണ്? അവിടെ പ്രഷർ കുറവാണ്, അവിടെ ഓക്സിജൻ കുറവാണ്.
ക്ലിയർ ആണോ? മുകളിലേക്ക് പോകുമ്പോൾ അവിടെ പ്രഷർ എന്താണ്? കുറവാണ്. പ്രഷർ കുറവാകുമ്പോൾ എന്താ? അവിടെ ഓക്സിജൻ കുറവാണ്. അപ്പൊ നമ്മുടെ ബ്ലഡിൽ എന്ത് കുറവാണ്? ഓക്സിജൻ കുറവാണ്. അപ്പൊ നമ്മുടെ ബോഡി എന്ത് ചെയ്യാണ് മക്കളെ? വർക്ക് ആർ ഹാർഡർ ടു കീപ് യു മൂവിങ്. നമ്മുടെ ബോഡി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹാർഡായിട്ട് പരിശ്രമിക്കും. That's why people sometimes feel breathless, dizzy or tired at high altitude. അതുകൊണ്ടാണ് ചില സമയത്ത് ഇവർക്ക് എന്താണ് ശ്വാസതടസ്സം നേരിടുന്നത്, തല ചുറ്റി വീഴുന്നത്, അതുപോലെ തന്നെ ടയേർഡ് ആവുന്നത്. ഓക്കെ മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് മൗണ്ടെയിൻ ഏരിയാസിലൊക്കെ എന്തായിരിക്കും? ലോ പ്രഷർ ആയിരിക്കും അല്ലെ? യെസ്. അതുപോലെ തന്നെ നമ്മുടെ സീ കോസ്റ്റ് ഏരിയാസിലൊക്കെ എന്തായിരിക്കും? ഹൈ പ്രഷർ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? വാം എയർ ആയിരിക്കും. എന്നാൽ എന്താണ് ലോവർ പ്രഷർ ആവുന്നിടത്തിൽ എന്തായിരിക്കും? കൂളർ എയർ ആയിരിക്കും. നിങ്ങളൊക്കെ വയനാടൊക്കെ ഒന്ന് പോയിട്ടുണ്ടോ? വയനാടൊക്കെ നല്ല തണുത്ത കാറ്റേക്കൂലേ? അവിടെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? കുറവാണ്. അവിടെ എന്താണ്? ലോവർ പ്രഷർ ആണ് അല്ലെ? അത് കുന്നിന്റെ മുകളിലല്ലേ വയനാട് എന്ന് പറഞ്ഞേ. അപ്പൊ അവിടെ ആ ചുരമൊക്കെ കയറി പോകുമ്പോഴത്തേക്ക് എന്താണ്? അവിടെ ലോവർ പ്രഷർ ആണ്, അവിടെ കൂളർ എയർ ആണ്. ഹയർ പ്രഷർ ഉള്ളിടത്തിൽ അവിടെ എന്തായിരിക്കും? വാമർ എയർ ആയിരിക്കും. ഓക്കെ, this does not mean that the atmosphere pressure is always high in the plane. അത് വിചാരിച്ചിട്ട് നിങ്ങൾ എപ്പോഴും അങ്ങനെ വിചാരിക്കരുത്. എന്താണ്? that this does not mean that atmospheric pressure is always high in the plane. എപ്പോഴും എവിടെ ആയിരിക്കണമെന്നില്ല, പ്ലെയിനിലായിരിക്കണമെന്നില്ല. or on the coast. In fact, in sometimes drops dramatically. ചില സമയങ്ങളിൽ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താ? സീ കോസ്റ്റ് റീജിയൻസിൽ എന്തായിരിക്കും? ഹൈ ടെമ്പറേച്ചർ എന്നായിരിക്കും. പക്ഷെ അങ്ങനെയാണെന്നില്ല, ചിലപ്പോൾ മാറാനും ചാൻസ് ഉണ്ട്. റിസൾട്ടിങ് ഇൻ വാട്ട് മെട്രോളജിസ്റ്റ് കോൾ എ ഡിപ്രഷൻ ഓർ എ ലോ പ്രഷർ. അതായത് മക്കളെ, നമ്മുടെ ഈ സീ കോസ്റ്റ് ഏരിയാസിൽ എന്താണ് മക്കളെ? നമ്മുടെ സീ കോസ്റ്റ് ഏരിയാസിൽ ഹൈ ടെമ്പറേച്ചർ അല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. നമ്മൾ സീ കോസ്റ്റ് റീജിയൻസിൽ, നമ്മുടെ തീരപ്രദേശങ്ങളിൽ ഹൈ പ്രഷർ അല്ലാത്തൊരു സിറ്റുവേഷൻ വരും. ഈ ഒരു ഇതിനെയാണ് നമ്മൾ മെട്രോളജിസ്റ്റ് എന്തെന്ന് പറയാ? ഡിപ്രഷൻ എന്ന് പറയാ. എന്തെന്ന് പറയാ മക്കളെ? ഡിപ്രഷൻ ഓർ ലോ പ്രഷർ സിസ്റ്റം. എന്തെന്ന് പറയാ? ലോ പ്രഷർ സിസ്റ്റം. അതായത് സാധാരണ ഇവിടെ എന്താണ്? താഴ്ന്ന സ്ഥലങ്ങളിൽ AP എന്താവണം? കൂടണം, പ്രഷർ കൂടണം. എന്നാൽ ഇത് അല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഡിപ്രഷൻ അല്ലെങ്കിൽ ലോ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് കോൾഡ് ബാരോമീറ്റർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ബാരോമീറ്റർ. റെയിൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് മക്കളെ? റെയിൻ ഗോജ്. ഓക്കെ, ഇത് മറന്നു പോവരുതേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണെന്ന് നോക്കാം, ബാരോമീറ്റർ. ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് കോൾഡ് barometer. As with thermometers, there are several types of barometer. The unit they display in generally the millibar. ഇതിലെ യൂണിറ്റ് സാധാരണ കാണിക്കുക എങ്ങനെയാ മക്കളെ? മില്ലിബാറിലാണ്. The normal atmospheric pressure at the sea coast is 1013 MB. നോർമൽ ആയിട്ട് സീ കോസ്റ്റിൽ എത്രയാ മക്കളെ? 1013 MB ആണ്. പ്രഷർ ബിലോ 1000 MB ഇൻഡിക്കേറ്റ് ഡിപ്രഷൻ. 1013 സാധാരണ വരിക. സാധാരണ നമ്മൾ സീ കോസ്റ്റിൽ വാമാണ്, അതുപോലെ തന്നെ ഹൈ പ്രഷർ ആണ്. എന്നാൽ ഈ 1000 താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഏത് സ്റ്റേജ് ആണ്? ഡിപ്രഷൻ. മക്കളെ, ഡിപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഹൈ പ്രഷറിൽ. ഹൈ പ്രഷർ എവിടെയാ? സീ കോസ്റ്റ് റീജിയൻ. ഹൈ പ്രഷർ സീ കോസ്റ്റ് റീജിയൻ, ഹൈ പ്രഷർ സീ കോസ്റ്റ് റീജിയൻ. ആ ഹൈ പ്രഷർ ഉള്ളിടത്തിൽ എന്താവുക? ലോ ആവുക. ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡിപ്രഷൻ എന്ന് പറയാം. ലാസ്റ്റ് വൺ ഈസ് വിൻഡ്. നമുക്ക് എന്താണ് വിൻഡ് എന്ന് നോക്കിയാലോ? Wind is the movement of air from areas of high pressure to areas of low pressure. അതായത് ഹൈ പ്രഷർ ഉള്ളിടത്ത് നിന്ന് എവിടെ നിന്ന് മക്കളെ? ഹൈ പ്രഷർ ഉള്ളിടത്തിലേക്ക് ലോ പ്രഷർ ഉള്ളിടത്തിലേക്ക് വീശുന്ന മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ. എന്താ മക്കളെ? ഹൈ പ്രഷർ ഏരിയന്ന് ലോ പ്രഷർ ഏരിയയിലേക്കുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ. എന്തിന്റെ മൂവ്മെന്റ്? എയറിന്റെ മൂവ്മെന്റ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വിൻഡ് എന്ന് പറയാ. Wind is the movement of air from areas of high pressure to high pressure areas of low pressure. Speed and direction are two important factors. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നത് എന്താണ്? 2 important factors ഉണ്ട്. ഇതിന് ഏതൊക്കെയാ? സ്പീഡും ഡയറക്ഷനും. ഏതൊക്കെയാ മക്കളെ?
സ്പീഡ് ആൻഡ് ഡയറക്ഷൻ. സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ആർ ടു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വെൻ വി ഡിസ്ക്രൈബ് ദ വിൻഡ്. അതായത് ശക്തമായിട്ടുള്ള കാറ്റ് എന്ന് പറയാ, സ്പീഡ് കൂടുതലല്ലേ. ഓക്കെ, സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ആർ ടു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. ഓക്കെ മക്കളെ, സ്പീഡ് ആൻഡ് ഡയറക്ഷൻ എന്തൊക്കെയാ മക്കളെ? മേജർ ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് സ്പീഡും ഡയറക്ഷനും. സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ആർ ടു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വെൻ വി ഡിസ്ക്രൈബ് ദ വിൻഡ്. ദ വിൻഡ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഓഫ് ദ വെദർ. വിൻഡ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ വെദറിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള element ആണ്. The wind is an important element of the weather. Its direction and speed help in weather forecasting. ഇതിന്റെ ഡയറക്ഷനും സ്പീഡും എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? വെദർ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. അതൊരു നല്ല കാറ്റടിച്ച് വിചാരിച്ചോ, അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ മഴ പെയ്യൂട്ടോ ഇല്ലേ? അത് തന്നെയാണ്. The wind is an important element of the weather. Its direction and speed help in weather forecasting. Besides, air pilots and sailors need to be aware of wind data as the wind has an influence on flying or sailing. അതായത് പൈലറ്റ്സ്, വിമാനം ഓടിക്കുന്ന പൈലറ്റ്സ് ആയാലും ഇപ്പം നമ്മുടെ കപ്പൽ ഓടിക്കുന്ന സെയിലേഴ്സ് ആയാലും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അവരെ വിൻഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് വിൻഡ് ശക്തമായ കാറ്റാണെങ്കിൽ എന്താണ് ഇത് പോവോ? ഇല്ല, അവരെന്ത് ചെയ്യും? അവിടെ നിർത്തിയിടും. ഓക്കെ, എയർ പൈലറ്റ്സ് ആരൊക്കെയാ മക്കളെ? എയർ പൈലറ്റ്സ് ആയാലും സെയിലേഴ്സ് ആയാലും നമ്മുടെ കപ്പിത്താന്മാർ, അതായത് നമ്മുടെ ഷിപ്പ് ഓടിക്കുന്ന ആളുകളാണ് സെയിലേഴ്സ്. എയർ പൈലറ്റ്സ് ആൻഡ് സെയിലേഴ്സ് നീഡ് ടു ബി അവെയർ ഓഫ് വിൻഡ്. അവരൊക്കെ എന്തിനാ പേടിക്കുന്നേ? വിൻഡിനെ. ആസ് ദ വിൻഡ് ഹാസ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ്. വിൻഡിന് എന്തുണ്ട് മക്കളെ? ഗ്രേറ്റ് ഇൻഫ്ലുവൻസ്. ആസ് ദ വിൻഡ് ഹാസ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ഫ്ലൈയിങ് ഓർ സെയിലിംഗ്. ഫ്ലൈയിങ്ങിനോ സെയിലിങ്ങിനോ, അതായത് നല്ല കാറ്റുണ്ടെങ്കിൽ എന്താണ്? വിമാനം അനങ്ങൂല, കപ്പൽ അനങ്ങുമോ? ഷിപ്പും അനങ്ങൂല, അവിടെ നിൽക്കും. Farmers also use the wind direction to predict where rain. Okay, farmersum use ചെയ്യുന്നുണ്ട് എന്ത് മക്കളെ? റെയിനിന് വേണ്ടിയിട്ട് നമ്മൾ ആരും യൂസ് ചെയ്യുന്നുണ്ട്? ഫാർമേഴ്സ്. ഓക്കെ, എ ഗ്രേറ്റർ വിൻഡ് സ്പീഡ് വിൽ കോസ് സോയിൽ ടു ഡ്രൈ ഫാസ്റ്റ്. ഗ്രേറ്റർ ആയിട്ടുള്ള വിൻഡ് ഉണ്ട് വിചാരിക്കുക, നല്ല കട്ടിയായിട്ടുള്ള വിൻഡ് ഉണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ മണ്ണ് എന്താവാൻ വേണ്ടിയിട്ട്? സോയില് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നോക്കിക്കേ, വിൻഡിന്റെ സമയത്ത് നമുക്ക് എന്താണ്? ഇവിടെ അപ്പൂപ്പന്താടിയൊക്കെ ഉണ്ട് അല്ലെ, അതൊക്കെ ഇങ്ങനെ പറക്കുന്നതായിട്ടൊക്കെ കാണാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മള് ഡയറക്ഷനും അതുപോലെ തന്നെ സ്പീഡും, എങ്ങനെയാണ് നമ്മൾ ഡയറക്ഷനും സ്പീഡും. നമ്മൾ പറഞ്ഞു നമ്മുടെ വിൻഡിന്റെ മേജർ ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഏതൊക്കെ? യെസ്, സ്പീഡ് ആൻഡ് direction. Okay, ഓക്കെ മക്കളെ, നമ്മൾ പറഞ്ഞു നമ്മുടെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഏതൊക്കെ? വിൻഡിന്റെ മെയിൻ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? രണ്ടെണ്ണം, സ്പീഡും ഡയറക്ഷനും അല്ലെ. നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് സ്പീഡും ഡയറക്ഷനും കാൽക്കുലേറ്റ് ചെയ്യാന്നാണ്. എ വിൻഡ് വെയിൻ ഹാസ് റൊട്ടേറ്റിംഗ് ആർം വിത്ത് എ പോയിന്റിയർ അറ്റ് വൺ ആൻഡ് എ ടെയിൽ അറ്റ് ദ അനദർ. എന്ത് വെച്ചിട്ടാ മക്കളെ? വിൻഡ് വെയിൻ വെച്ചിട്ട്. എന്ത് വെച്ചിട്ടാണ്? വിൻഡ് വെയിൻ അല്ലെങ്കിൽ വെദർ വെയിൻ വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അത് നമ്മൾ അതിനൊരു റൊട്ടേറ്റിംഗ് ആം ഉണ്ടാവും. എന്തുണ്ടായിരുന്നു മക്കളെ? അങ്ങനെ ഒരു റൊട്ടേറ്റിംഗ് ആമും ഉണ്ടാവും. അതുപോലെ തന്നെ അതിന് എന്തുണ്ടാവും? ഒരു പോയിന്റർ. എന്തുണ്ട്? ഒരു പോയിന്ററും ഉണ്ടാവും. അതുപോലെ തന്നെ അതിനെന്താണ്? ഒരു ടെയിലും ഒരു വാലും ഉണ്ടാവും. When the wind blows, the tail is pushed. ഇതെന്താണ്? വെൻ വിൻഡ് ബ്ലോസ്, വിൻഡ് ഇങ്ങനെ അടിക്കുകയാണ്, കാറ്റ് ഇങ്ങനെ അടിക്കുവാണെങ്കിൽ ടെയിൽ എന്താവും? പുഷ് ആവും. ടെയിൽ എന്താവും മക്കളെ? പുഷ് ആവും. ഓക്കെ, ആൻഡ് ദ പോയിന്റർ ടേൺസ് ഇൻ ടു ദ ഡയറക്ഷൻ ഓഫ് ദ വിൻഡ്. അതുപോലെ പോയിന്റർ ഉണ്ട് അല്ലെ, ഇങ്ങനെയുള്ളൊരു പോയിന്റർ ഇല്ലേ? പോയിന്റർ വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈ പോയിന്റർ, അതായത് കാറ്റ് വീശുമ്പോ എന്താണ്? ഈ നമ്മുടെ ടെയിൽ എന്താവും? പുഷാവും. പോയിന്റർ കാണിച്ചു കൊടുക്കും. എന്ത്? എവിടെ? ഡയറക്ഷൻ കാണിച്ചു കൊടുക്കും. പോയിന്റർ എന്ത് കാണിച്ചു കൊടുക്കും? ഡയറക്ഷൻ. ഇവിടെ നിന്നാണ് കാറ്റ് വരുന്നതെങ്കിൽ നമ്മളെ ഈ ടെയിൽ എന്താവും? ബാക്കോട്ട് പുഷാവും. ഈ പോയിന്റർ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഓക്കെ, when the wind blows, the tail is pushed and the pointer turns in the direction of the wind. It responds even a light breeze. ഒരു ചെറിയ കാറ്റടിച്ചാൽ പോലും, a light breeze ആണെങ്കിൽ പോലും, എന്താണെങ്കിൽ പോലും മക്കളെ? ലൈറ്റ് ബ്രീസ് ആണെങ്കിൽ പോലും ഇത് വർക്ക് ചെയ്യും. ഇതാണ് സാധനം. കണ്ടോ? ഇവിടെ ഡയറക്ഷൻ ഉണ്ട്. ഇത് കണ്ടോ? ഇതാണ് നമ്മുടെ ടെയിൽ എന്താവും? പുഷ് ആവും. ഇതാണ് നമ്മുടെ എന്ത് മക്കളെ? അനിമോമീറ്റർ. ഓക്കെ, this wind vane on the
ടാർമാക് ഈസ് കോൾഡ് വിൻസോക്ക്. ഇതിന് നമ്മൾ എന്ത് ടാർമാക്കിൽ ഇത് എന്താ പറയാ മക്കളെ? വിൻസോക്ക് എന്നും പറയുന്നുണ്ട്. ഇറ്റ് ഗിവ്സ് പൈലറ്റ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ദ വിൻഡ് ഡ്യൂറിങ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും ലാൻഡിങ്ങിന്റെ സമയത്തും എന്താണ്? യെസ്, നമ്മുടെ പൈലറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഇതാണ്. സിമിലർ സോക്സ് ആർ യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി ദാറ്റ് റിലീസ് ആഷ് ഓർ ഗ്യാസസ്. ഇതുപോലത്തെ ഈ സോക്സ്, സിമിലർ സോക്സ് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ഇൻഡസ്ട്രീസിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. എപ്പോ? ആഷ്, പൊടിപടലങ്ങൾ ഇതാക്കാനും ഗ്യാസസ് ഇതാക്കാൻ വേണ്ടിയിട്ടും. ദ സിംപ്ലസ്റ്റ് ഇൻസ്ട്രുമെന്റ് ടു മെഷർ ദ വിൻഡ് ഡയറക്ഷൻ ആൻഡ് സ്പീഡ് ഈസ് ദ അനിമോമീറ്റർ. നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അനിമോമീറ്റർ? ഇതാണ് നമ്മുടെ എന്ത്? അനിമോമീറ്റർ. ഈ അനിമോമീറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ദ സിംപ്ലസ്റ്റ് ഇൻസ്ട്രുമെന്റ് ടു മെഷർ ദ വിൻഡ് ഡയറക്ഷൻ ആൻഡ് സ്പീഡ്. മറ്റേതും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? യെസ്, നമ്മുടെ വിൻഡിന്റെ സ്പീഡും ഡയറക്ഷനും ആക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, വിൻവെയിൻ എന്തിനുള്ള? വിൻഡിന് വേണ്ടിയുള്ള. ഇത് കൂടാതെ ഒന്നുകൂടി ഉണ്ട്, അതാണ് എന്ത് മക്കളെ? അനിമോമീറ്റർ. ഓക്കെ, ഇറ്റ് ഹാസ് 3 or 4 മെറ്റൽ കപ്സ്. ഇതെന്താണ്? 3 or 4 മെറ്റൽ കപ്പാണ്. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ? ദാറ്റ് റൊട്ടേറ്റ് ഓൺ എ വെർട്ടിക്കൽ. അത് എങ്ങനെ എന്ത് ചെയ്യും? വെർട്ടിക്കൽ ഷാഫ്റ്റിൽ റൊട്ടേറ്റ് ചെയ്യും. വെൻ ദ വിൻഡ് ബ്ലോസ്, ദ സ്ട്രോങ്ങർ ദ വിൻഡ്, ദ ഫാസ്റ്റർ ദ റൊട്ടേഷൻ. അതായത് നല്ല ശക്തമായിട്ടുള്ള കാറ്റാണ് എന്താണ്? അത് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. എ മെറ്റൽ അറ്റാച്ച്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് കൗണ്ട്. ഒരു മീറ്റർ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? അറ്റാച്ച് ചെയ്യുന്നുണ്ട്. എ മീറ്റർ അറ്റാച്ച്ഡ് അറ്റ് ദ ബോട്ടം കൗണ്ട്സ് ഹൗ മെനി ടൈം ദ അനിമോമീറ്റർ സ്പിൻ. അതായത് മക്കളെ ഇവിടെ എന്താണ്? ഇവിടെ ഒരു മീറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മീറ്ററിൽ എന്താണ്? എത്ര പ്രാവശ്യം സ്പിൻ തിരിഞ്ഞു എന്ന് കാണിക്കും. ഓക്കെ, ഇൻ എ സർട്ടൈൻ പീരീഡ് ഓഫ് ടൈം ആൻഡ് കാൽക്കുലേറ്റ് ദ വിൻഡ് സ്പീഡ് ഇൻ കിലോമീറ്റർ. ഓക്കെ, എത്ര സ്പീഡിലാണ്, എത്ര പ്രാവശ്യം തിരിഞ്ഞു എന്നൊക്കെ അതിൽ കാണിക്കും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ വിൻഡിനെ ആക്കാൻ വേണ്ടിയിട്ട് 2 എണ്ണാണുള്ളത്. വിൻഡിനെ മെഷർ ചെയ്യാൻ ഏതൊക്കെയാ? അനിമോമീറ്ററും അതുപോലെ തന്നെ വിൻവെയിനും. ഏതൊക്കെയാ മക്കളെ? അനിമോമീറ്ററും ഉണ്ട്, വിൻവെയിനും ഉണ്ട്. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? യെസ്, ആദ്യം തന്നെ പഠിച്ചത് അറ്റ്മോസ്ഫിയർ പ്രഷറിനെ അല്ലെ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഏറ്റവും ഹൈ എവിടെയായിരിക്കും? സീ കോസ്റ്റിലും. ലോ എവിടെയായിരിക്കും? മൗണ്ടെയിൻ റീജിയൻസിലും ആയിരിക്കും. ഓക്കെ, ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇതാക്കുന്നത് എന്താണ്? ബാരോമീറ്റർ ആണ്. എന്താടാ? ബാരോമീറ്റർ. അതേപോലെ തന്നെ നമ്മുടെ വിൻഡ് ഇതാക്കാൻ വേണ്ടിയുള്ളത് ഏതൊക്കെയായിരുന്നു? വിൻഡ് മെഷർ ചെയ്യാൻ, വിൻഡിന്റെ സ്പീഡും ഡയറക്ഷനും ആക്കാൻ വേണ്ടിയുള്ളത് ഏതൊക്കെയാണ്? വിൻവെയിനും അനിമോമീറ്ററും ആണ്. എന്തൊക്കെയാ മക്കളെ? വിൻവെയിനും അനിമോമീറ്റർ. ഓക്കെ മക്കളെ, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതും ഈ ക്ലാസ്സിൽ എടുത്തതും ഒക്കെ നല്ല വൃത്തിക്ക് പഠിക്കുക. നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.